ശ്രീ ടി വി നിതീഷ്, എന്താണ് അവിടെ പ്രശ്നം? ശരി, ഒരു മാടായി കോളേജ് എനിക്ക് അറിയാവുന്ന കോളേജാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഉള്ള സൊസൈറ്റിയാണ് നടത്തുന്നത്. ഇപ്പോൾ കോളേജ് നിയമനങ്ങളിൽ നമുക്കറിയാം, മിക്കവാറും ഇവിടുത്തെ അധ്യാപക നിയമനത്തിന് 35-40 ലക്ഷം, മറ്റ് നിയമനങ്ങൾക്കൊക്കെ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജുകൾ പണം വാങ്ങി നിയമനം നടത്താറുണ്ട്. അതൊരു രാഷ്ട്രീയ നിയമനം എന്നുള്ളതിനുപരി അത്തരത്തിലുള്ള നിയമനമാണ്. ഇവിടെ എം കെ രാഘവൻ അധ്യക്ഷനായിട്ടുള്ള സൊസൈറ്റിയാണ് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് നിയമനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു വ്യക്തിക്കാണ് നിയമനം കിട്ടിയിട്ടുള്ളത്. അതിൽ കോഴ നിങ്ങൾ ആരോപിക്കുന്നു. പക്ഷെ അത് കോൺഗ്രസിൻ്റെ ആ മേഖലയിലെ കമ്മിറ്റികൾ, അത് CPM-നോട് അത്രയും അടിച്ചു നിൽക്കുന്ന സ്ഥലമാണ്. ഈ പറഞ്ഞ മാടായി, കല്യാശ്ശേരി, പഴയങ്ങാടി ഏരിയ എന്നൊക്കെ പറയുന്നത് വലിയ തോതിൽ CPM-വുമായി അടിച്ചു നിൽക്കുന്ന ഏരിയയാണ്. കോൺഗ്രസ്സുകാർ വളരെ ശുഷ്കമായിട്ടുള്ള, CPM-ന് ഒരു തരത്തിലുള്ള അപ്രമാദിത്വമുള്ള ഏരിയകളിൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ തന്നെ രാജിവെക്കുക, എം കെ രാഘവൻ്റെ വീട്ടിൽ കയറി തല്ലും എന്ന് പറഞ്ഞ് പ്രകടനം വിളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആലോചനകൾക്കും അപ്പുറത്തുള്ള കാര്യമാണ്. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് കോൺഗ്രസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജിൽ ആദ്യം പരിഗണിക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എം കെ രാഘവൻ MP-യുടെ ബന്ധു എന്ന നിലയിൽ ആദ്യം തന്നെ ഒരു വ്യക്തിക്ക് അവർ നേരത്തെ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരിലും പിന്നെ രണ്ടാമത് ഇതിലെ ഡയറക്ടർ ബോർഡിലെ ആൾക്കാരുടെ നോമിനിക്കാർക്കുമാണ് ജോലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 7-ാം തീയതി നടന്ന ഇൻ്റർവ്യൂ വെറും പ്രഹസനമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ആരോപിച്ചിട്ടുള്ളത്. പ്രഹസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എം പി അടക്കം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രഹസനം, കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച് നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അങ്ങനെയാണോ? അതെ അതെ. അല്ല, അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ എം കെ രാഘവൻ 2009 വരെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചതാണ്. അതിനുശേഷം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തട്ടകം കഴിഞ്ഞ 15 വർഷത്തിൽ കൂടുതലായി കോഴിക്കോടാണ്. അദ്ദേഹം അവിടെ MP ആയി പ്രവർത്തിക്കുന്നു, കോഴിക്കോട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്ത് ഇപ്പോൾ ഈ നാട്ടിൽ ഇത്രയും വലിയ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താണ്? അതായത് കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ മാടായി കോളേജിലെ തസ്തികകളിലേക്കുള്ള ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുന്നേ തന്നെ അതിലെ വേക്കൻസിയിൽ ഇന്ന ആൾക്കാർ എന്നുള്ളത് റിപ്പോർട്ട് അവരുടെ ഡയറക്ടർമാരിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇൻ്റർവ്യൂക്കാരെ അവിടെ വിളിച്ചിട്ട് അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ്. കാരണം ഇത് നേരത്തെ ഒരു വേക്കൻസിക്ക് ഏകദേശം 15 ലക്ഷം രൂപ വരെ ചോദിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ബൂത്ത് കമ്മിറ്റിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരാതി തന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ സർക്കാർ പ്രതിനിധിക്ക് അവിടെ കൊടുക്കേണ്ടി വന്നത്. അല്ല, ഇപ്പോൾ ഇതിപ്പോൾ എം കെ രാഘവൻ വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം കോളേജ് സർക്കാരിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചത് അങ്ങേയറ്റം വൈകാരികമായ പ്രശ്നമായി അദ്ദേഹം എടുത്തിട്ടുണ്ട്. എന്നെ കത്തിച്ചതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ DCCയുടെ നിലപാട് എന്താണ്? താങ്കൾ അവിടെ കല്യാശ്ശേരി മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. DCCക്കൊക്കെ നമ്മൾ 3 മാസം മുമ്പ് തന്നെ ഇതിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എം കെ രാഘവൻ MP-യുടെ ബന്ധുവിന് എന്തായാലും അവിടെ ജോലി കൊടുക്കും എന്നുള്ളത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, DYFI പ്രവർത്തകനാണ്, അവരുടെ റെഡ് വളണ്ടിയറൊക്കെയാണ്. അവർക്ക് ജോലി കൊടുക്കും എന്നുള്ള ഒരു വാശി മാനേജ്മെൻറ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ DCC പ്രസിഡന്റിന്, KPCC പ്രസിഡന്റ് തുടങ്ങി പിന്നെ മറ്റ് ജില്ലാതല കമ്മിറ്റി പ്രസിഡന്റുമാർക്കൊക്കെ നമ്മൾ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ആരോപിച്ച ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുന്നേ തന്നെ ആരോപിച്ച 2 പേർക്ക് എന്തായാലും അവിടെ ഇന്നലെ രാവിലെ തന്നെ നിയമനം നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അഴിമതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചു എന്നുള്ളതാണല്ലോ അതിൻ്റെ ക്രക്സ്.